ഇന്ത്യ ഒരു ഫോട്ടോ മെഷീൻ കാണിച്ചുകൊണ്ട് റൂം ഏതാണ് അത് മോക്ക് ഡ്രില്ലിംഗ് അല്ലേ? മോക്ക് ഡ്രില്ലല്ല മോനെ, ഇത് പിന്നെ സുരക്ഷാ വാതാവരണത്തിന്റെ ഭാഗമായിട്ട് ചെറിയ ഫയറുണ്ട്. എങ്ങനെ ഇതിന് ഒരുപാട് ശക്തിയുണ്ട്. എപ്പിടി പറഞ്ഞ യു ഗോ ഹെഡ്, ഐ വിൽ നോട്ട് കം. ഒരു കുഴപ്പമില്ല, നീ ഇഷ്ടമാര് നമ്മളെ പബ്ലിക് അഡ്രസ് ഇല്ലേ? നമ്മളുടെ രാജ്യത്താകമാനം എല്ലാ സ്ഥലത്തും ഈ ഫയർ സർവീസിന്റെ ഒരാഴ്ചയായിട്ട് ഒരു ബോധവൽക്കരണം നടത്തുന്നു. ഈ ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളായിട്ടുള്ള ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്. പേപ്പറിലുണ്ട്. അതെ, കാരണം ഈ ഫയർ സർവീസ് എവിടെയെങ്കിലും തീ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് നിങ്ങളായിരിക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ സംഭവ സ്ഥലത്ത് വരുത്തും. അപ്പം നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുക. ഇത് വളരെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ എന്ത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, എവിടെ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ചാടി വീഴാറുണ്ട് സംഭവ സ്ഥലത്ത്. ജീവൻ മരണ പോരാട്ടമാണ് പിന്നെ. പക്ഷേ ഫയർ സർവീസുകാരോ അല്ലെങ്കിൽ സെക്യൂരിറ്റി വിങ്ങിലുള്ള മറ്റു ആൾക്കാർ വരുമ്പോൾ അവർക്ക് യഥാസമയത്ത് അവിടെ ചെല്ലാനും സംഗതികൾ ചെയ്യാനും സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഫയർ സർവീസിൽപ്പെട്ട ആൾക്കാർ അവിടെ വന്നുവെങ്കിൽ ആ ആക്സിഡന്റിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കുന്നില്ല. എല്ലാവരും കൂടെ കൂടിയിരുന്ന് വണ്ടി വെട്ടിപ്പൊളിച്ച് അതിനകത്തിലെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എല്ലാവരും ശ്രമിക്കുക. പക്ഷെ അത് മരണത്തിന്റെ സംഖ്യ ഉയർത്തും. കാരണം ആക്സിഡന്റ് ആയി കിടക്കുന്ന ആൾക്കാരെ ഏത് രീതിയിലാണ് ആക്സിഡന്റ് ആയി കിടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഏറ്റവും കൂടുതലായിട്ട് സ്പൈനൽ ആക്സിഡന്റ് ആണ് ഉണ്ടാകുക. തലയടിക്കും, നമ്മുടെ സ്പൈനൽ കോഡ് തകർന്ന് കിടക്കുകയായിരിക്കും. സ്പൈനൽ കോഡ് ഇപ്പം ജഗദീഷ് ശ്രീകുമാറിന് ആക്സിഡന്റ് ഉണ്ടായി. ആംബുലൻസുകാർ അറിയാവുന്നവരായാലേ ഈസി ആയിട്ട് സേഫായിട്ട് എടുത്തതിന്റെ പേരിൽ ഇന്ന് ജീവനോടുണ്ട്, ഇല്ലെങ്കിൽ മരിച്ചു പോയേനെ. ഇതേപോലെ സർവ്വസാധാരണമായിട്ട് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഇതാണ്: ഓടിക്കൂടുന്നു, വെട്ടിപ്പൊളിക്കുന്നു, ആളെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരിച്ചു പോകുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ട സംഗതി, കറക്റ്റായിട്ടുള്ള സംഗതികൾ അറിയാമെങ്കിൽ മാത്രം അതിനകത്തിൽ ഇടപെടുക. ഇല്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ഇത് സത്യമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ മീൻചന്തയിൽ ഫയറുണ്ടായി, മിഠായി തെരുവിൽ ഫയറുണ്ടായി. ഇവിടെ സ്റ്റേറ്റ് ഫയർ സർവീസിലുള്ള മുഴുവൻ ആൾക്കാരും മണിക്കൂറുകളോളം പ്രയത്നിച്ചിട്ടും തീ അണഞ്ഞില്ല. എയർപോർട്ടിലെ ഫയർ സർവീസ് ചെന്ന് കഴിഞ്ഞപ്പോൾ തീ അണഞ്ഞു. ഇതൊക്കെ വാർത്തകളായിട്ട് വരുന്നുണ്ട്. സത്യത്തിൻ്റെതൊന്നും അല്ല സംഭവം. എല്ലാവർക്കും ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള ഇതേ രീതിയിൽ മോഡേണൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ 4.5 കോടി രൂപ വിലയുള്ള വണ്ടി ഓസ്ട്രിയയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അങ്ങനെ അസംബിൾ ചെയ്തിട്ട് കണ്ടെയ്നറിൽ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഇത് സ്പെഷ്യലി ഫോർ എയർക്രാഫ്റ്റ് ഫയർ ഫൈറ്റിംഗ്, പ്ലെയിൻ്റെ തീപിടുത്തത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ഇത്രയും സ്പീഡുള്ള വണ്ടി അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റിലെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് 40 സെക്കൻഡ് കൊണ്ട് 80 കിലോമീറ്റർ സ്പീഡും 100 കിലോമീറ്റർ സ്പീഡ് ഒരു മിനിറ്റിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഈ റൺവേയിൽ മാത്രമേ ഇത്രയും സ്പീഡിൽ ഈ വണ്ടി ഓടാൻ സാധിക്കുകയുള്ളൂ. വെളിയിലൊരു സ്ഥലത്ത് ഇത്രയും സ്പീഡിൽ പോകാൻ സാധിക്കില്ല. ഞങ്ങളഥവാ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി 15 മിനിറ്റ് കൊണ്ട് ഡൽഹി നമ്മുടെ കാലിക്കറ്റ് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ റോഡായിരിക്കണം. വേറെ ഏതെങ്കിലും ട്രാഫിക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല, എവിടെയും ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല. അത് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ പിന്നെ പറയും വരുന്ന വണ്ടികൾ ലേറ്റായി, ഇഷ്യൂസ്. ജനങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ പ്രവൃത്തിയിൽ എന്താണ് ചെയ്യുക? എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻസും, മോഡേൺ എക്യുപ്മെൻസ് എയർപോർട്ടിലുണ്ട്. ഇപ്പോൾ എയർക്രാഫ്റ്റിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ സുവിധ, അവരുടെ ജീവൻ രക്ഷിക്കുക, അവരുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുക, ഇതാണ് ഞങ്ങളുടെ മെയിൻ ജോലി. അതിനാണ് ഇത്രയും എക്യുപ്മെൻസും വെച്ചിട്ട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടികൾ ധാരാളം ഉണ്ട്. ഇതുപോലെ 6 വണ്ടിയുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ഏറ്റവും വലുതായിട്ട് ഇറങ്ങുന്ന ഇവിടുത്തെ ജംബോ, അതിനെ 2 മിനിറ്റ് നേരം കൊണ്ട് ഒരു പതക്കകത്തിൽ ഞങ്ങൾ പുതപ്പിച്ചിരുത്തും.
കാരണം ഈ പത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂളിംഗ് എഫക്റ്റ് കൊടുക്കുക, അതേപോലെ തന്നെ വെളിയിൽ നിന്നുള്ള ഓക്സിജനെ കട്ട് ഓഫ് ചെയ്യുക. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ തീ അണഞ്ഞു പോകും. എന്നിട്ട് അതിനുള്ള ജീവൻ ആൾക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുക. തീ അണച്ചതിന് ശേഷം എല്ലാ ആൾക്കാരെയും രക്ഷിക്കാനാണെങ്കിൽ ആൾക്കാരെല്ലാം കെട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വെറും 3 മിനിറ്റ്. ഒരു പ്ലെയിൻ ഞങ്ങളുടെ ഏരിയയിലെത്തി ഏതെങ്കിലും രീതിയിലുള്ള എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ 3 മിനിറ്റിനുള്ളിൽ അതിലുള്ള മുഴുവൻ ആൾക്കാരെയും രക്ഷിച്ചിരിക്കണം. അതിൻ്റെ തീയും കെടുത്തി അതിലെ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കണം. അത്ര ടെറിഫിക്കായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഫയർ ഫൈറ്റിംഗ് നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ബ്രീത്തിങ് അപ്പാരറ്റസ് സെറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള എയർ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഇത് ധരിച്ചുകൊണ്ട് ഒരാൾ കയറിപ്പോകുന്നു. ഒരു ടോക്സിക് അതായത് വിഷപ്പൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾക്ക് കയറി ആളിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ആ ഏരിയ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യും. ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇത് മിക്കവാറും എല്ലാ സ്റ്റേറ്റ് ഫയർ സർവീസിലും ടി വിയിലൊക്കെ നിങ്ങൾ മിക്കവാറും കാണാറുണ്ട് അല്ലേ? ഇതിന്റെ പേര് ബ്രീത്തിങ് അപ്പാരറ്റസ്. നമ്മുടെ ചോട്ടല്ലേ ബ്രീത്തിങ് അപ്പാരറ്റസ്. കുറച്ചും കൂടെ വൈഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. ഇത് അതിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. 1/2 മണിക്കൂർ നേരം നമുക്കിത് സുഖമായിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടതായിട്ട് 40 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യുക. ഒരു 10 മിനിറ്റ് അതിൻ്റെ സേഫ്റ്റി ടൈമിലേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് 1/2 മണിക്കൂർ ഈസി ആയിട്ട് ഇതുകൊണ്ട് അകത്ത് കയറാനും ആൾക്കാരെ അപ്പം നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഈ വിഷമങ്ങൾ കാർബൺ മോണോക്സൈഡ് മരുന്ന് ഗ്യാസ് ഉണ്ടോ നമുക്കറിയില്ല. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഞാൻ ഇവിടെ മുസിപ്പള്ളിക്ക് ഞാൻ ചെയ്യുന്ന 10 മാസമായിട്ട് 91 മുതൽ 98 വരെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കിലോ സ്വന്തക്കാരില്ല കരിമ്പില് കരിമ്പിലുണ്ട്. അവരും വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അന്ന് നിങ്ങളെ കട പരിചയപ്പെട്ടത് ഞാനിപ്പോ തടി പറഞ്ഞു സംശയം ചോദിക്കാനൊക്കെ മടി. അതാ പേര് പിന്നെ നിങ്ങൾ പഠിപ്പിക്കില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്ന ടൈമിൽ ഞാൻ പറച്ചനപ്പുറം സ്കൂളിലാണ്. പാത്തേ മാസ്റ്റർ വീടിന്റെ പഠിച്ചില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ കൂടെ മാക്സിമം 40 ടൺ വരെ വെയിറ്റ് നമ്മുടെ ഇവിടെ നോർമലി വരുന്ന ഏറ്റവും വലിയ വലിയ വണ്ടികളാണ്. 40 ടണ്ണൊക്കെ ഉള്ള വണ്ടികൾ ധാരാളമുണ്ട്. ഞങ്ങളുടെ വണ്ടി അനുസരിച്ചാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. 32 ടണ്ണേ ഉള്ളൂ. ഇംഗ്ലീഷ് ഇത് തന്നെ 40 ടണ്ണ് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എയർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സിലിണ്ടർ ഞങ്ങൾക്ക് റെഡിയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വരും. അതേപോലെ 4 വീലിൽ 4 വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അതൊരു ജാക്ക്. ഇതിന് ഒരു പവർ ഡ്രിവൺ സോ എന്ന് പറയുന്നത് ഈ സാധനം ഒരു പ്രതലം കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആ പ്രതലം കട്ട് ചെയ്യും. മെറ്റൽ പോർഷനോ തടിയുടെ പോർഷനോ കല്ല് കട്ടായതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗങ്ങളോ നമുക്കിതുകൊണ്ട് കട്ട് ചെയ്ത് സുഖമായിട്ട് മാറ്റാം. ഒരു എയർക്രാഫ്റ്റ് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി നമുക്ക് മിനിറ്റ് നേരം കൊണ്ട് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഞാൻ നേരെ അക്കരെ ഞാൻ പിന്നെ ഇതാണ് ഇതിന് ഞങ്ങൾ പ്രോക്സിമിറ്റി സൂട്ട് എന്ന് പറയും. ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ക്ലോസ് പ്രോക്സിമിറ്റി അതിനടുത്തേക്ക് ചെന്ന് നിൽക്കാം. ഇത് വിയർ ചെയ്തിട്ട് ഇത് തീക്കാത്തി കയറുന്ന സാധനമല്ല, തെറ്റിദ്ധരിക്കരുതാരും. അത് ചവിട്ടി പറിക്കല്ലേ പ്ലീസ്. എല്ലാവരും മനസ്സിലാക്കുക, ഇത് ധരിച്ചിട്ട് ഫയർ ഫൈറ്റ് ചെയ്യാനാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് പ്രോക്സിമിറ്റി. ഉള്ളിലേക്ക് പോകാനല്ല. അതിന് ഫയർ എൻട്രി സൂട്ട് സെപ്പറേറ്റ് ആണ്. ഇത് പ്രോക്സിമിറ്റി സൂട്ട് എന്ന് പറയും. ഇത് 2 മിനിറ്റ് കൊണ്ട് 200 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. മിക്കവാറും പെട്രോളിയം പ്രോഡക്ട്സ് ആണ് കത്തുന്നത് എയർക്രാഫ്റ്റിനകത്തിൽ. ഒരു 2 മിനിറ്റ് കൊണ്ട് 200 ഡിഗ്രി സെന്റിഗ്രേഡ് ആവും. ഇൻ കേസ് ഇതിനകത്തിൽ ഇത് ധരിച്ചിട്ട് ഒരാളാകെ തീയിലേക്ക് പോവുകയാണെങ്കിൽ, തീയുടെ അടുത്ത് പോവുകയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് മിനിമം മാക്സിമം ഒരു 200 ഡിഗ്രി സെന്റിഗ്രേഡ് വരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് തന്നെ മാറ്റിയിട്ട് വേറെ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പുറകിലേക്ക് മാറിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഫയർ ഫൈറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഇതിനെ തണുപ്പിക്കുന്നു. എഗെയിൻ ഇത് കണ്ടിന്യൂ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കരുത്. ഇത് ധരിച്ചിട്ടാരും തീയിൽ കയറില്ല.
ക്ലോസ് ആയിട്ട് അതിനെ റോസ്റ്ററിങ് ചെയ്യണം. അതായത് മനുഷ്യന് ധരിക്കുന്നവന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ. ഓക്കെ, വെച്ചു. ഇതിപ്പോ നമ്മുടെ സാധാരണ ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സർക്കാരിന്റെ കയ്യിലൊക്കെ ഉണ്ടാകും. എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എല്ലാം ഉണ്ട്. പഴയ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന റൂൾ അനുസരിച്ചിട്ട് എല്ലാ സ്റ്റേറ്റിനും അതിന് സെപ്പറേറ്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെപ്പറേറ്റ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. കളക്ടറാണ് അതാണ് ജില്ലയുടെ ഇതിന്റെ ഇൻചാർജ്. അവർ ഈ സാധനങ്ങൾ മുഴുവൻ ആ ഫണ്ട് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ട്രെയിനിങ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഹൈഡ്രോളിക് ജനറേറ്റർ ആണിത്. ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ റോപ്പ് കൂടെ കണ്ട് ആ കാണുന്ന കട്ടർ സ്പ്രെഡർ ഈ സാധനങ്ങളെല്ലാം അതിനെ യൂസ് ചെയ്യുന്നതാണ്. അതേ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് കട്ടർ. 1 ഇഞ്ച് കനമുള്ളത് ഈസി ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ എങ്ങും പൊട്ടിക്കൊണ്ട് പോകുന്നു വേണ്ട. കട്ട് ചെയ്യാം. അമങ്ങിക്കിടക്കുന്ന പോർഷൻ ആണെന്നിട്ട് വലിച്ച് കീറാം. 2 അടി വരെ വലിച്ച് കീറാൻ സാധിക്കും. ആയിരിക്കും സാധനം. ഓക്കെ, അതിനു വേണ്ടിയുള്ളതാണിത്. അതെ, അതിൻ്റെ അക്സറീസ് ആണ്. ഏതാണ്ട് 630 ബാർ പ്രഷറിൽ ഇത് വർക്ക് ചെയ്യുന്നു. നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ജാക്ക് ഇതുണ്ട്, വീല് 160 ബാർ വരെ ഉള്ളൂ, 180 ബാർ വരെ ഉള്ളതുണ്ട്. അതിനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള മെഷീനാണ്. എയർക്രാഫ്റ്റിന്റെ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫയർ പോലെയല്ല, മെറ്റൽ ഫയറാണ്. മെറ്റൽ, പലതരത്തിലുള്ള മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് എയർക്രാഫ്റ്റ്. അതിനാണ് തീ പിടിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് സയന്റിഫിക്കലി അതിനെ അപ്രോച്ച് ചെയ്യുക. അതാണ് ഈ എയർപോർട്ട് ഫയർ സർവീസിന്റെ ഇമ്പോർട്ടൻസ്. ആ രീതിയിലാണ്. സ്റ്റേറ്റ് ഫയർ സർവീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ കണ്ടു അപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്തു. നമ്മളങ്ങനെയല്ല. ഏത് പോർഷനാണ്, ഇലക്ട്രിക് ഫയർ ആണോ, പെട്രോളിയം ഫയർ ആണോ, അതോ മെറ്റൽ ഫയർ ആണോ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം അതിനനുസരിച്ചുള്ള എക്സ്റ്റിംഗ്വിഷിംഗ് മീഡിയ യൂസ് ചെയ്യുന്നു. അതനുസരിച്ചിട്ട് അതിനെ ചെയ്യുന്നു. ഓക്കെ, ഇതുമാതിരി ധാരാളം എക്യുപ്മെന്റ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഇപ്പോൾ ഈ എയർക്രാഫ്റ്റിൽ പോകുന്ന ആൾക്കാരുടെ ഭയം അല്ല ഇത് എന്തെങ്കിലും സംഭവിച്ചാലത് 24 മണിക്കൂർ 365 ദിവസവും ഇതിനു വേണ്ടി 30-35ഓളം ആൾക്കാർ ഒരു ഷിഫ്റ്റിൽ ജാഗ്രതയായിട്ടിരിക്കുകയാണ് ഇവിടെ. ഏതൊരു മൂവ്മെന്റ് ആണെങ്കിലും ശരി തന്നെ, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ശരി തന്നെ, ആ സ്പോട്ടിൽ ഞങ്ങളുടെ ദൃഷ്ടി അവിടെ ഉണ്ടാവും. ഈ ഫയർ സർവീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു എയർക്രാഫ്റ്റ് വരികയോ ഒരു എയർക്രാഫ്റ്റ് ഇവിടുന്ന് പോവുകയോ ചെയ്യില്ല. ഈവൻ ഒരു എയർക്രാഫ്റ്റ് ഇവിടെ വന്നിട്ട് അതിനകത്ത് ഫ്യൂവൽ നിറച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ ഏരിയ വിട്ട് പോകുന്നിടം വരെ ഞങ്ങളെ സംബന്ധിച്ചോളം എമർജൻസിയാണ്. അപ്പൊ എപ്പോഴും ആൾക്കാർ ഇത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്ലെയിനകത്ത് സഞ്ചരിക്കുന്നവർ മാനസികമായിട്ട് തയ്യാറെടുത്തോളൂ. ആ രീതിയിലുള്ള ഭയവും കാര്യമൊന്നും വേണ്ട. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ പിന്നെ ഞങ്ങളുടെ കൈ പെടാതെ പോകുന്ന സംഗതി ഡിസാസ്റ്റർ എന്ന് പറയും. എവിടെയെങ്കിലും പോയി ക്രാഷ് ആയി പോകാം. അങ്ങനെ ലക്ഷങ്ങളിൽ ഒന്ന് മംഗലാപുരത്തൊക്കെ സംഭവിച്ച പോലെ മാത്രമേ ഉള്ളൂ. നമ്മുടെ പിടിയിൽപ്പെടാതെ പുറത്തു പോകാം. സാധാരണ ഫ്ലൈറ്റ് അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് എയർപോർട്ടിൽ മാത്രമേ ഈ ഫയർ സർവീസ്? പ്ലെയിൻ വെളി രാജ്യങ്ങളിൽ പോകുന്നില്ല, വെളിയിലോട്ട് പോകുന്നില്ല. ഇവിടെ വേഗം പോയ കടലിലെ വെള്ളിയിൽ പോകും. ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. മേളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എഞ്ചിന് തീ പിടിക്കുമോ, അതിൻ്റെ ബോഡിക്ക് തീ പിടിക്കുമോ, അതിന് ഏത് പൊട്ടിത്തെറിച്ച് താഴെ വീഴാത്ത ഏത് അന്തരീക്ഷത്തിലും എനിക്ക് എയർഫീൽഡിൽ കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. ഇത്ര 99% ആക്സിഡന്റും ആ രീതിയിലായിരിക്കുന്നവർ. 1% മാത്രമേ ഉള്ളൂ. അത് ലക്ഷത്തിലെങ്ങാനും സംഭവിച്ചെങ്കിലായി പൊട്ടിത്തെറിച്ചു. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് മിനിമൈസ് ചെയ്തിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ചെയ്യുന്ന സംഗതി വളരെ കോസ്റ്റ്ലി ആയി കളയുക, ഒരുപാട് സാധനങ്ങൾ നശിച്ചു കളയും. അങ്ങനെ ഉണ്ടാകാതെ ചെറിയ ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫയർ, ചെറിയൊരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് നമ്മൾ പോർട്ടബിൾ എക്സ്റ്റിംഗ്വിഷർ വെച്ച്, പോർട്ടബിൾ നമ്മൾ കൈകൊണ്ട് എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിരിക്കും. അത് പലതരത്തിലുള്ള സാധനങ്ങളാണ്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? തീക്ക് അങ്ങേയറ്റം ശത്രുവാണ്. ഓക്സിജൻ ഓപ്പോസിറ്റ് ആണ്. ഓക്സിജൻ ഉള്ളിടത്തെ തീ പിടിക്കുകയുള്ളൂ. ഓക്സിജനെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യും. അതിനുവേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സൗകര്യത്തിന് എടുത്തുകൊണ്ട് പോയി ഇലക്ട്രിക്കൽ ഫയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറൊരു കെമിക്കൽ പൗഡറാണ്. പെട്രോളിന് ഓയിലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയും, DCP ഷോർട്ട്. ആ പൗഡർ ഉപയോഗിച്ചിട്ട് അതിനെ കട്ട് ഓഫ് ചെയ്യും. തേർഡ് വൺ, അപ്പുറത്തൊരു ഫോം എക്സ്റ്റിംഗ്വിഷർ. അതിപ്പോൾ പുതുതായിട്ട് കമ്പനി കുറച്ച് നാളായി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ പബ്ലിക്കിന് ഫെമിലിയർ അല്ല. അതിനകത്ത് ചെറിയ ഫോം ബബിൾസ്, അതായത് സോപ്പ് പത പോലുള്ള പതകൾ വന്നിട്ട് റോഡിലൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി ഈ വണ്ടിയിൽ സൂക്ഷിക്കും. അല്ല, ഈ റോഡിലൊക്കെ അത് നേർന്നാല് റോഡിലൊക്കെ പ്രശ്നമല്ലേ വണ്ടി? അത് തന്നെ, അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്. പിന്നെ വെറും വെള്ളം, വാട്ടർ ടൈപ്പ് ഒരു സിലിണ്ടറിൽ ഫില്ല് ചെയ്ത് അതിനകത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു ചെറിയ കാറ്ററേജ് വെച്ചിട്ടുണ്ടാവും, എക്സ്പെല്ലിംഗ് ഏജൻ്റായിട്ട് പ്രഷർ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ പേപ്പറിന്
സാധാരണ രീതിയിലുള്ള എ ക്ലാസ് ഫയറിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തും. അതിന് വെറും വെള്ളം മാത്രം മതി. പേപ്പർ വിറക് അങ്ങനെയുള്ള സാധനം. ഇത് സാധാരണ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഫയർ ഫൈറ്റേഴ്സ് വേണ്ട ആവശ്യമില്ല. സാധാരണ ലേമാൻ സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതാണ് ഫസ്റ്റ് എയ്ഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്. അതുകൊണ്ട് അത് സാധാരണ ആൾക്കാർക്കുള്ളതാണ്. ഫയർ ഫൈറ്റിങ്ങിന് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അതിപ്പോൾ കാണിച്ചു. അടുത്ത് പോണ്ട, വേണ്ട, അടുത്ത് പോണ്ട, ഇവിടെ എയർപോർട്ടിന്റെ വരെ അതെ. അവിടെ എമ്പാടും ജനങ്ങളൊക്കെ ഉണ്ട്. ഫയർഫോഴ്സിന്റെ അവര് വന്നിട്ട് പരിപാടി കാണിക്കുക. ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പെൻഷൻ പറ്റി 12 അല്ലേ? അല്ല അതറിയാം. എവിടെ വീട്ടിൽ തന്നെ? വീട്ടിൽ തന്നെ. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതിൽ ഫ്ലാഷ് ഇല്ലാത്തതുകൊണ്ട്. ഫ്ലാഷ് വേണ്ടല്ല. ഫ്ലാഷ് ഇല്ല. വേണ്ട അറിയാം. നിങ്ങളൊക്കെ ചെറിയൊരു ക്യാമറയാണ്. നല്ല മൂവിങ്ങുകളില്ലേ? സൂമിങ്ങുകളുണ്ടോ? നല്ല സൂമിങ് ഉണ്ടോ? ക്ലിയർ ഒക്കെ ഉണ്ടോ? ഫ്ലാഷ് കുറേ റെഡി പറഞ്ഞു. ഞാൻ 10 കിലോ പറഞ്ഞു. ഞാൻ സുഖമില്ലാട്ടെ 3 അതുകൊണ്ട് കുറച്ച് സാധാ നമ്മൾ പുല്ലെത്തിച്ചാൽ ചെയ്യണ പരിപാടി. പുല്ലെത്തിയാലൊക്കെ തീ കൊടുക്കാനുള്ള വെള്ളം കൊണ്ട് നശിച്ചു. അപ്പോൾ ഗ്യാസ് മാത്രമേ വരുള്ളൂ. ഒരാൾ പറഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് കൈ തുടങ്ങാം.
10,000 ലിറ്റർ വെള്ളമുണ്ട് ഇതിൽ. 1300 ലിറ്റർ തോന്നുന്നുണ്ട്. എയർപോർട്ടിന്റെ വണ്ടിയാണോ കേരള ഗവൺമെന്റിന്റെ വണ്ടിയാണോ? എയർപോർട്ടിൽ ഇങ്ങനത്തെ 4 വണ്ടി ഉണ്ട് ഇവിടെ മാത്രം ഏണോ 4 ഇവിടെ ഉണ്ടോ? ആ മൊത്തം തരണ 5 മൊത്തം തരണ മൊത്തം കോഴിക്കോട് മാത്രം അങ്ങ് അറ്റത്ത് കിടക്കുന്നുണ്ട്, ആൾക്കാരൊന്നും കാണാറില്ല. റൺവേയുടെ സൈഡില് ലൈറ്റ് ഇറങ്ങുമ്പോഴൊക്കെയാണ് കൂടുതൽ ഈ മീൻ പിടിക്കാനൊക്കെ സാധിക്കും. അവിടെ റെഡിയിലുണ്ടാവും എപ്പോഴും, എല്ലാ എയർപോർട്ടിലും ഉണ്ടാവും. വേറെ ചോദിച്ചേ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ഇതൊക്കെ ഒറിജിനലേക്കാണ്.